എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എന്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് പ്ലാൻ പറഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത്, ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്ത് ആ മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഓപ്പൺ ആയത് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ടാണ് ഓപ്പൺ ആയത്. ഓപ്പണിങ്ങിന് ശേഷം തൊട്ട് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ, അതായത് തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് മേജർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ക്യാൻഡില് അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി ക്ലോസ് ആയി. പിന്നീട് വന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിച്ചത്. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആണ്. പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഈ 24,295 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ലെവല് ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്പണിംഗിൽ തന്നെ ഡയറക്ഷൻ സൂചിപ്പിച്ചത് മുകളിലോട്ടാണ്. ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ റിജക്ഷന്റെ തൊട്ട് താഴത്തെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. മുകളിലോട്ട് ട്രേഡ് എടുക്കുമ്പോൾ 24,216, 24,295, 24,365 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നമുക്ക് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ആ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് റിജക്ഷൻ സൂചിപ്പിച്ചു, ഇവിടുന്ന് നമ്മൾ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും ആ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് വീണ്ടും മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കാം. അപ്പൊ നമുക്ക് ട്രെൻഡ് അപ്വേർഡ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കാൽപ്പ് ട്രേഡ്സ് എടുത്ത് എക്സിറ്റ് ആവുന്നവർക്കും ഈ ലെവൽസ് വെച്ചിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ലെവലിന്റെ അടുത്തുനിന്ന് റിജക്ഷൻ കിട്ടിയാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കുക. ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാം. ഓപ്പോസിറ്റ് ലെവലിലേക്ക് ട്രേഡ് എടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് ഒന്ന് കൺസോളിഡേറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അപ്സൈഡ് ലെവലിൽ നിന്ന് റിജക്റ്റ് ആയി പ്രൈസ് താഴോട്ട് വന്നു. പിന്നെ ഒരു 2-2:30 ശേഷം നമ്മൾ ട്രേഡ്സ് എടുക്കാറില്ല. എടുക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി നമുക്ക് സെൻസെക്സിൽ ഇന്ന് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് നോക്കാം. നമ്മുടെ ലെവൽസ് എങ്ങനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. എന്നിട്ട് ആദ്യത്തെ ആ ക്യാൻഡിലിനെ അപേക്ഷിച്ചിട്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു നോക്കും. എന്നിട്ട് ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യും. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ്, പിന്നീടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 79,903, 80,173, 80,341 എന്ന ലെവലുകൾ നമുക്കിന്ന് കോൾ ഓപ്ഷന്റെ ടാർഗറ്റുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് പോയിന്റിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാം. അപ്പൊ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഒരുപോലെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളത്. അത് ഈ ലെവൽസിന്റെ അടുത്ത് എത്തുമ്പോൾ ക്യാൻഡിൽസ് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും നല്ല തീരുമാനം എടുത്ത് നല്ല നല്ല ട്രേഡ്സിൽ എൻ്ററായി നല്ല നല്ല പ്രോഫിറ്റ്സ് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലെവൽ മാർക്കിങ്സ് വെച്ചിട്ട് ഇന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നാളത്തെ എന്റെ ലെവൽസ് എങ്ങനെയാണ്, എന്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നാളത്തെ എന്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും. അതായത് ഇന്നത്തെ ട്രേഡ് ചെയ്ത മൂവ്മെന്റിനെ അനുസരിച്ചിട്ട് ഞാൻ നാളത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്ത ലെവൽസ് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നാളത്തെ നിഫ്റ്റിയിലെ എന്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ, നാളെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് ഡൗണോ എന്ത് വേണേലും തരട്ടെ.
നമുക്ക് നാളത്തെ ഒരു പ്ലാൻ ആയിട്ട് പറയുമ്പോൾ നിഫ്റ്റി ഒരു ഓപ്പണിംഗ് തന്നിട്ട്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഏത് ക്യാൻഡിൽസ് ആയാലും ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ഏത് ക്യാൻഡിൽ ആയാലും ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുകളിലോട്ടാണ് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ലോസ് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആയിരിക്കും. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. 24,394 416 നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് ആയിട്ട് വരുന്നത് 24,365, 24,394, 24,416, 24,459, 510, 581, 624, 687 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. മുകളിലോട്ട് ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇപ്പോൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് പുട്ട് ഓപ്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ഓപ്ഷന്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ സപ്പോസ് അഗെയിൻസ്റ്റ് വന്നാലും നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുക, നമ്മൾ പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ആവാൻ നമുക്ക് സാധിക്കും. ഇനി ഓപ്പണിങ്ങിന് ശേഷം താഴോട്ടാണ് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതെങ്കിൽ ഞാൻ താഴോട്ടായിരിക്കും എൻട്രി എടുക്കുക. ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആയിരിക്കും. പിന്നീട് 24,284, 24,261, 24,210, 24,150, 136 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി ട്രേഡ് ചെയ്യും. 24,150, 136 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് 24,136 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ആണെങ്കിലും കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്താൽ പിന്നീട് നമുക്ക് 24,053, 24,007, 23,882, 23,848 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏത് ലെവലിൽ നിന്നാണോ ഒരു 3 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലോ ഒരു റിജക്ഷൻ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ നമുക്ക് കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യാം. അതിന് ആ ഒരു റിജക്ഷൻ തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ നമുക്ക് ടാർഗറ്റുകളായിട്ട് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിൽ തന്നെ ട്രേഡ് എടുക്കാനാണെങ്കിൽ ഇപ്പൊ ചില സാഹചര്യങ്ങളിലൊക്കെ ഈ റിജക്ഷൻ തന്നിട്ടും പിന്നീട് മുകളിലോട്ട് കയറി പോകുന്നുണ്ടല്ലോ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ അതായത് ഞാൻ മുകളിലോട്ട് പറഞ്ഞ ആ രണ്ട് രീതി തന്നെയാണ്. മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു രണ്ട് രീതി തന്നെയാണ് നമുക്ക് താഴോട്ടും ചെയ്യാൻ പറ്റുക. ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിച്ചാൽ ഒന്നുകിൽ നമുക്ക് എക്സിറ്റ് ആവാം. എക്സിറ്റ് ആയിട്ട് പുട്ട് ഓപ്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു റിജക്ഷൻ വരുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് റിജക്ഷൻ തരുന്നുണ്ടോ അല്ല ഈ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്തിരുന്നിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ താഴോട്ടും ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് വീണ്ടും അതേ ഡയറക്ഷനിലോട്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ശ്രമിക്കാം. അതായത് താഴോട്ട് വരികയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുക്കാം. അല്ല അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. അടുത്ത ലെവലിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിൽ ഇങ്ങനെയാണ് താഴോട്ടുള്ള എൻ്റെ ലെവൽസും അതുപോലെ മുകളിലോട്ടുള്ള എൻ്റെ ലെവൽസും വരുന്നത്. ഇനി സെൻസെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. സെൻസെക്സിൽ നാളത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ ഓപ്പണിങ്ങിന് ശേഷം ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഡേയ്സ് ലോസ് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് ആദ്യത്തെ ടാർഗറ്റ് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈനെയും ടാർഗറ്റ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും.
എന്നിട്ട് ഡേയ്സ് ആയി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് തന്നെ ട്രേഡ് കണ്ടിന്യൂ ചെയ്യും. അതായത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 80,341, 401, 572, 870, 81,049, 81,183, 81,384 എന്നീ ലെവലുകളാണ്. ഇതിൽ എവിടെ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ വീണ്ടും അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈക്ക് മുകളിൽ വീണ്ടും ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴോട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതെങ്കിലോ ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് 80,083, 80,021, 79,856, 79,634, 671 ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ 79,634, 571 എന്ന് പറയുന്ന ഈ ലെവൽസ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് 571 ബ്രേക്ക് ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും താഴെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 79,340, 79,134, 78,822, 78,690, 78,606 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ താഴോട്ട് ഇങ്ങനെയായിരിക്കും ലെവൽസ് ഉണ്ടാവും. ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ വീണ്ടും ബ്രേക്ക് ചെയ്ത് പുതിയ ലോ ഉണ്ടാവുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. അടുത്ത ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നിഫ്റ്റിയും സെൻസെക്സിലുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 79,000 ഹൈക്ക് മുകളിൽ കയറിയാൽ പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളത്. നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ ഇവിടെ ഒരു റിജക്ഷന്റെ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടായിരുന്നു. 24,150 മുകളിൽ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലെവൽസിനനുസരിച്ചിട്ട് ഇന്ന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇനി ഇന്നത്തെ ലെവൽസും അതുപോലെ തന്നെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ട് നാളെ എങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളത് നാളെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസും അതുപോലെ തന്നെ ചാർട്ടിന്റെ കാര്യങ്ങളും ലെവൽസും മാർക്ക് ചെയ്യുന്നതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 3 ആഴ്ചയായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഡ്യൂറേഷൻ 3 വീക്കാണ്. 10,000 ആയിരിക്കും ഫീസ്. മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. Thank you for watching. See you next video.